എല്ലോറ ഗുഹകൾ എന്ന വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലോറയിലെ 10-ാം നമ്പർ ഗുഹയാണ്. അത് ഒരു ബുദ്ധക്ഷേത്രമാണ്. ഞങ്ങളുടെ ഗൈഡ് ഗുഹയെക്കുറിച്ച് വിശദീകരിക്കുന്നതായി കാണാം. ഒന്ന് മുതൽ 12 വരെ ബുദ്ധഗുഹകളും 13 മുതൽ 29 വരെ ഹിന്ദു ഗുഹകളും 30 മുതൽ 34 വരെ ജൈന ഗുഹകളുമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം ലാവയിൽ നിന്ന് രൂപം കൊണ്ട ബസാൾട്ട് പാറകളിൽ നിന്നാണ് ഈ ഗുഹകൾ കൊത്തിയെടുത്തത്. എല്ലോറ ഗുഹകൾ തെക്ക് നിന്ന് ആരംഭിച്ച് വടക്ക് ഭാഗത്ത് അവസാനിക്കുന്നു. ഇതൊരു പരന്ന മലയാണ്. യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എല്ലോറ എന്നല്ല, എല്ലപുരം എന്നാണ്. ബുദ്ധ ഗുഹകൾ 1 മുതൽ 12 വരെ AD 5 മുതൽ 700-നും ഹിന്ദു ഗുഹകൾ AD 757 മുതൽ 900-നും ഇടയിലും ജൈന ഗുഹകൾ AD 900 മുതൽ 1100 വരെയും നിർമ്മിച്ചതാണ്. ഈ ഗുഹകൾ യഥാർത്ഥത്തിൽ മതപരമായ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ്. അവയുടെ നിർമ്മാണത്തിൽ ഗുഹകളൊന്നും പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. അജന്ത, എല്ലോറ എന്ന് കേൾക്കുമ്പോൾ അവ വളരെ അടുത്താണെന്ന് നമുക്ക് തോന്നും. എന്നാൽ വാസ്തവത്തിൽ അജന്ത ഗുഹകൾ എല്ലോറയിൽ നിന്നോ ഔറംഗാബാദിൽ നിന്നോ 110 കിലോമീറ്റർ അകലെയാണ്. 1899-ലാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. 28 ബുദ്ധ ഗുഹകളുള്ള അജന്തയ്ക്ക് ഏകദേശം 2000 വർഷം പഴക്കമുണ്ട്. അജന്തയിൽ വർണ്ണാഭമായ ചിത്രങ്ങളുണ്ട്. എല്ലോറയിലും പെയിന്റിങ്ങുകളുണ്ടെങ്കിലും മിക്കവാറും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ എല്ലോറ ഗുഹകളിൽ ഡൈനിങ് ഹാളുകൾ, ലിവിംഗ് റൂമുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, ഡോർമെട്രികൾ, പ്രാർത്ഥനാ ഹാളുകൾ എന്നിവയുണ്ട്. നമുക്ക് 10-ാം നമ്പർ ഗുഹയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് ബുദ്ധ ഗുഹകളിലേക്ക് പോകാം. 10-ാം നമ്പർ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ഒരു ആരാധനാലയമായതിനാൽ നിങ്ങളുടെ പാദരക്ഷകൾ നീക്കം ചെയ്യണം. ഈ ബെഞ്ചുകളും സൈൻ ബോർഡുകളും ഈ വെഹിക്കിൾ പിക്കപ്പ് പോയിന്റുകളും എല്ലാം 2023-ൽ G20 ഉച്ചകോടിക്കിടെ ഉണ്ടാക്കിയതാണ്. നമ്പർ 1 മുതൽ 9 വരെ മൊണാസ്ട്രി ഗുഹകളാണ്. വിശ്വകർമ്മ അല്ലെങ്കിൽ സുതാർക്കി ഝോപ്രി അല്ലെങ്കിൽ ആശാരിയുടെ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന 10-ാം നമ്പർ ഗുഹയാണിത്. വിതർക്കമുദ്ര അല്ലെങ്കിൽ ടീച്ചിങ് മുദ്ര കാണിക്കുന്ന 7 മീറ്റർ ഉയരമുള്ള ബുദ്ധപ്രതിമയുള്ള ഇതൊരു ബുദ്ധ ക്ഷേത്രമാണ്. നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ ഒരു ആനയുടെ വയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ തോന്നും. പാറകളിൽ കൊത്തിയെടുത്ത ആനയുടെ വാരിയെല്ലുകൾ പോലെയാണ് മേൽക്കൂരയുടെ മുകൾ ഭാഗം. ക്ഷേത്രത്തിനുള്ളിൽ 28 തൂണുകളുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് ജപിക്കുമ്പോൾ അത് പ്രതിധ്വനിക്കുന്നതായി കാണാം. വലത്തുവശത്തുള്ള കൊത്തുപണികൾ പത്മപാണി എന്നറിയപ്പെടുന്നു. ഇത് തെക്ക് ഭാഗത്തുള്ള ബോധിസത്വനെ സൂചിപ്പിക്കുന്നു. വടക്കുവശത്തുള്ള കൊത്തുപണികൾ വജ്രപാണി ബോധിസത്വ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിലെ ഗോപുരത്തോട് സമാനമാണ്. മാർച്ച് 10 മുതൽ 15 വരെ
വൈകുന്നേരം 4:30 മുതൽ 4:45 വരെ സൂര്യപ്രകാശം ഈ ജാലകത്തിലൂടെ അകത്തുള്ള ബുദ്ധപ്രതിമയിൽ പതിക്കുന്നു. മുകളിലെ കൊത്തുപണികൾ ഉള്ളിൽ പ്രവേശിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ അപ്സരസ് പൂക്കൾ എറിയുന്നതായി ചിത്രീകരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറുതും ആരോഗ്യകരവുമായ കുടുംബം എന്ന ആശയം അവർക്കുണ്ടായിരുന്നു. 2 കുട്ടികളുള്ള ഒരു കുടുംബം ഉള്ള ഈ ആശയത്തെ ചിത്രീകരിക്കുന്ന കൊത്തുപണികൾ നിങ്ങൾക്ക് മേൽക്കൂരയുടെ മുകളിൽ കാണാം. ഈ ഗുഹ മുന്നിൽ നിന്ന് പിന്നിലേക്ക് ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് മാത്രം മുറിച്ചെടുത്തതാണ്. സന്ധികളോ പരസ്പര ബന്ധങ്ങളോ ഇല്ല. വൈദ്യുതിയും കുഴൽക്കിണറുകളും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുകയും ടാങ്കുകളിൽ വെള്ളം സംഭരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പാറയിൽ ഒരു വെളുത്ത നിറം കാണാം. അത് ഉള്ളിലെ വാട്ടർ ടാങ്കിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ്. അവർ മഴക്കാലത്ത് വെള്ളം സംഭരിക്കുകയും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുകയും ഏകദേശം 8 മാസത്തോളം കുടിവെള്ള ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാദരക്ഷകൾ നീക്കം ചെയ്യണം. ഫ്ലാഷുകൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. വരൂ, നമുക്ക് 10-ാം നമ്പർ ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം.
10-ാം നമ്പർ ഗുഹ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതട്ടെ. മറ്റ് ബുദ്ധഗുഹകളുടെ വിശദാംശങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഇതിനകം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് എല്ലോറയിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. നമസ്കാരം.